നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്കിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഞാനൊരു Q&A സെക്ഷൻ പോലെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം വന്നിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോ സൂൺ കമ്മിങ് സൂണെന്ന്. അപ്പോൾ ഇന്നാണ് ഞാൻ ആ വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ഇന്ന് വിഷു ഡേ ആണ്. ഞാൻ ചിലപ്പോൾ ഇന്ന് ഈവനിങ് പറ്റുവാണെങ്കിൽ എടുത്ത് വീഴുവാണെങ്കിൽ ഇന്ന് ഈവനിങ് തന്നെ വീഡിയോ ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം സൺഡേ ഈവനിങ് ആയിരിക്കും വീഡിയോ വരുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് കുറച്ച് തള്ളായിപ്പോയല്ലേ, അത്രയൊന്നും ഇല്ല, എന്നാലും കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഞാൻ എന്ത് ചെയ്യുവാണ്, എന്തിന് പഠിക്കുവാണ്, ഏത് കോളേജിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ബേസിക്കലി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. പിന്നെ കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഇവിടെ ആലപ്പുഴ പുന്നപ്രയിലാണ് പഠിക്കുന്നത്. പിന്നെ യൂട്യൂബ് ഇൻസ്പിറേഷൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. യൂട്യൂബ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ള അമ്മ തന്നെയാണ്. കാരണം ഞാൻ പണ്ട് ഡാൻസർ ആയതുകൊണ്ട് തന്നെ പണ്ട് തൊട്ട് ഡാൻസ് കളിക്കുമ്പോഴൊക്കെ അമ്മ പറയും നിനക്ക് എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബൊക്കെ അത്യാവശ്യം കുറച്ച് നമ്മുടെ എല്ലായിടത്തും ഇങ്ങനെ ആ ഒരു ടൈം ഉണ്ടല്ലോ, പീക്കല്ല സ്റ്റാർട്ടിങ് ടൈം എന്നൊക്കെ പറയില്ല. അപ്പം ആ സമയത്ത് അമ്മ പറഞ്ഞിട്ട് നിനക്ക് ഇങ്ങനെ തുടങ്ങിക്കൂടാ. അപ്പം എനിക്ക് എന്താ പറയുക, ഇത് എന്തുവാന്ന് പോലും അറിയത്തില്ല. ആ ഒരു ഫോണും കാര്യങ്ങളൊന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യണം അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം കുഞ്ഞിലേ പഠിക്കും. അപ്പോൾ ഡാൻസ് ഒക്കെ തുടങ്ങി, നിനക്കൊക്കെ തുടങ്ങിക്കൂടെ. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അമ്മ, എനിക്കൊന്നും പറ്റില്ല, ഭയങ്കര എനിക്ക് ഒരു പിടുത്തം ഇല്ലാത്തുള്ളൊരു മേഖലയിൽ അങ്ങനെ ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ +1 +2 ഒക്കെ ആയപ്പോഴത്തേക്കാകുമ്പോൾ വീണ്ടും പറയാൻ തുടങ്ങി. കോവിഡ് വന്നപ്പോൾ പറഞ്ഞു. അപ്പോഴൊന്നും നമ്മൾ അയ്യോ ഇതൊക്കെ ഭയങ്കര മെനക്കേടാ, പാടാ, കോളേജുണ്ട്, സ്കൂളുണ്ട്, അങ്ങനെയൊക്കെ കുറച്ച് പാടായിരിക്കും, അങ്ങനെയൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് കോളേജൊക്കെ സ്റ്റാർട്ടായി, വീണ്ടും അമ്മ പറയാൻ തുടങ്ങി. അപ്പം കോളേജ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് 2-3 മാസം കഴിഞ്ഞിട്ട് ഫോണും കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യം തന്നത്. അപ്പം അന്ന് ഇൻസ്റ്റയും കാര്യങ്ങളൊക്കെ തുടങ്ങി. അപ്പം ഇൻസ്റ്റയിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടുമ്പോഴത്തേക്കും പബ്ലിക് സപ്പോർട്ട്, ഇപ്പം ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങി. യൂട്യൂബിൽ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്തൂടെ, യൂട്യൂബിൽ ഇട്ടൂടെ, നല്ല ഡാൻസ് ആണല്ലോ, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി. അപ്പം ഫൈനലി എനിക്ക് തന്നെ ഇങ്ങനെ കുറേ പറഞ്ഞ് തോന്നി, എന്നാൽ പിന്നെ എന്തായാലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയേക്കാം. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഒരു മൊമെൻറ്റിൽ ഞാൻ അങ്ങനെ എടുക്കാൻ തീരുമാനിച്ചു. അപ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അമ്മ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് കളർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയായിരിക്കും, വൈറ്റും ബ്ലാക്കും ആണ് എൻ്റെ ഫേവറേറ്റ് കളർ. എവിടെ ചെന്ന് നോക്കിയാലും ആദ്യം ഞാൻ പോയി എടുക്കുന്നത് ഒരു വൈറ്റോ ബ്ലാക്കോ കളറായിരിക്കും. അത്രയ്ക്ക് ഇഷ്ടമാണ്. നേരെ ചെന്ന് കണ്ടുവിടുന്ന ബ്ലാക്കിലായിരിക്കും, ബ്ലാക്കോ വൈറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. വേറെ ചൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും എടുക്കുമ്പോൾ ഒരു അംശമെങ്കിലും വൈറ്റോ ബ്ലാക്കോ അതിനകത്ത് കാണാറുണ്ട്. പിന്നെ അടുത്തത് സപ്പോർട്ട്, അതും ഇതും സെയിം തന്നെ ആയിരിക്കും അല്ലേ. അമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് വീഡിയോസിൻ്റെ കാര്യത്തിലാണെങ്കിലും. ഞാൻ എന്താ അമ്മ പറയും നീ അടുത്ത വീഡിയോ ഇട് എന്താ ഡിലേ ആക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അമ്മയാണ്. പിന്നെ ഉറപ്പായിട്ടും എനിക്കിതിനെക്കുറിച്ച് ഒരു ടെക്നിക്കൽ വശങ്ങളൊന്നും എനിക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. അപ്പോൾ കൂടുതലും സപ്പോർട്ട് ചെയ്തത് ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത് എൻ്റെ കോളേജ് ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ആദ്യം ഒരു എന്താ പറയുക, ഒരു ക്രിഞ്ചി ഫീൽ ഉണ്ടായിരുന്നു. കാരണം ആ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും കോളേജിലൊക്കെ എങ്ങനെയായിരിക്കും പ്രതികരണം, അങ്ങനെ പിള്ളേരൊക്കെ കളിയാക്കും, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു ആദ്യം. പക്ഷെ ഞാൻ വിചാരിച്ചെനിക്ക് നേരെ ഓപ്പോസിറ്റ്, എല്ലാവരും നല്ല അടിപൊളി സപ്പോർട്ടായിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ചോദിച്ചിരിക്കുന്നത് ചേഞ്ചസ് ആഫ്റ്റർ യൂട്യൂബ് ചാനൽ വന്നതിന് ശേഷമുള്ള ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഫോൺ എടുക്കുന്ന തന്നെ എന്തെങ്കിലും ചുമ്മാ റീൽസും ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ചുമ്മാ വീഡിയോസും കാര്യങ്ങളും എല്ലാം കാണും അങ്ങനെയൊക്കെ വിചാരിക്കുമായിരുന്നു. പക്ഷേ യൂട്യൂബ് ചാനൽ വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോൺ എടുക്കുന്നത് തന്നെ പുതിയ എന്താ പറയണേ, എന്തെങ്കിലും കാര്യങ്ങൾ ഓർക്കുവാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പുതിയ എന്താ പറയുക നമുക്ക് വേണ്ട ഇപ്പം കുറേയൊക്കെ ഞാൻ പറയും കുറേയൊക്കെ ഇൻസ്പയർഡ് വീഡിയോസാണ്. ചില വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും ചില ഐഡിയാസും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ എടുക്കാറുണ്ട്, അങ്ങനെ ആലോചിക്കാറുണ്ട്, നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. അതിനായിരിക്കും കൂടുതൽ, അതായിരിക്കും ഏറ്റവും കൂടുതൽ വന്ന ചേഞ്ചസ്. പിന്നെ ഇപ്പോൾ കോളേജിൽ പോവുകയാണെങ്കിലും കോളേജിൽ നിന്ന് വരുമ്പോഴത്തേക്കും അടുത്ത വീഡിയോ എന്തെങ്കിലും ഇപ്പോൾ റെഗുലർ ആയിട്ട് ഒരു ഷെഡ്യൂളിൽ വീഡിയോ ഇടണം, അതൊക്കെ ആയിരിക്കും ചേഞ്ചസ്. ഞാൻ നല്ല എന്താ പറയുക കുറച്ചും കൂടി ബിസിയായി ലൈഫിൽ, എന്തെങ്കിലും ഒന്ന് ചെയ്യണം, ചുമ്മാ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെ നല്ല ചേഞ്ചസ്. ഞാൻ പറഞ്ഞാൽ ഒരു വെറുതെ ടൈം വേസ്റ്റ് ആയി പോകുന്നില്ല എന്ന് തന്നെ പറയണം. വേസ്റ്റ് ആയിട്ട് ഒന്നും ടൈം പോകുന്നില്ല, കാരണം ഞാൻ അത്യാവശ്യം ബിസിയാണ്, കോളേജും ഈ യൂട്യൂബും ഒക്കെ ആയിട്ട് നല്ല ബിസിയാണ്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇതാണ് ചേഞ്ചസ് ആഫ്റ്റർ യൂട്യൂബ് ചാനൽ.
പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യം. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം അയ്യോ അതുണ്ട്. ഞാൻ അത്യാവശ്യം എന്നെ അറിയാവുന്നവർക്കറിയാമായിരിക്കും, ഞാൻ അത്യാവശ്യത്തിലധികം പങ്ക്ച്വാലിറ്റി കൂടിയ ഒരാളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും പോകണം, ഇപ്പം എൻ്റെ അടുത്ത് പറയുകയാണ് ഒരു ഇപ്പം 12 മണിക്ക് ഒരു സ്ഥലത്ത് പോകണം എന്ന് ഞാൻ പറയുകയാണെങ്കിലും 10 മണിക്ക് ഞാൻ റെഡി ആവാൻ കയറും. 10:30 11 ആകുമ്പോൾ ഞാൻ റെഡി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 12 എന്ന് പറഞ്ഞാലും ഞാൻ 11 മണിയാകുമ്പോൾ ഞാൻ ഫുൾ കംപ്ലീറ്റ്ലി റെഡി ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ളൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ. ഇപ്പം എന്നോട് 12 മണിക്കാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് സീനൊന്നുമില്ല, ഞാൻ നേരത്തെ റെഡി ആയിരിക്കുമല്ലോ. പക്ഷെ എന്നോട് 12 മണി എന്ന് പറഞ്ഞിട്ട് 12:30 1 പരിപാടി ഉണ്ടല്ലോ. എൻ്റെ ദൈവമേ, എന്നെ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യമാണ് വെയിറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഒരു കാര്യം ഇത്ര ലേറ്റ് ആവും, 2-3 മണിയൊക്കെ ആവും, ലേറ്റ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ കറക്റ്റ് ആ ടൈമിൽ ഉറപ്പായിട്ട് ആ ടൈം കറക്റ്റ് ആ ഒരു ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും എന്നിട്ട് വരാതിരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് വരും, അതും എന്താ വരാമെന്നോ അല്ലെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരിക്കാം. അത് എന്നെ ഭയങ്കരമായിട്ട് ഹോൺ ചെയ്യും. അങ്ങനെ പറയാൻ പറ്റുമോ അറിയത്തില്ല, പക്ഷേ ഭയങ്കരമായിട്ട് ഹോൺ ചെയ്യും. എന്ന് പറഞ്ഞാൽ പങ്ക്ച്വാലിറ്റി എനിക്ക് ഭയങ്കര കാര്യം. ഈ ഒരു കാര്യത്തിലാണ് ഞാനും ചേച്ചി എന്നോട് കേൾക്കുന്നത്. ചേച്ചി എന്ന് പറഞ്ഞാൽ ഞാൻ 12 എന്ന് പറഞ്ഞാൽ 10:30 11 ആകുമ്പോൾ റെഡിയാവും. ചേച്ചി 12 എന്ന് പറഞ്ഞാൽ 2-3 മണിയാകുമ്പോൾ. ഇതാണ് ഞങ്ങൾ തമ്മിലുള്ള ഏറ്റവും കൂടുതൽ അടി വെക്കുന്നൊരു കാര്യം അതാട്ടോ. അതുകൊണ്ട് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം. കാരണം അമ്മ അറിയാം, ഞങ്ങൾ രണ്ടുപേരും 2 എക്സ്ട്രീം ക്യാരക്ടറാണ്. പങ്ക്ച്വാലിറ്റി അതായിരിക്കും എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം. വെയിറ്റ് ചെയ്യണം, ഐ കാണ്ട്. പിന്നെ ഇപ്പം NGL പോലെ അപ്പോൾ ഇങ്ങനെ മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് വെച്ച് ഓരോന്ന് വെച്ച് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ അനോണിമസ് മെസ്സേജ് ആയതുകൊണ്ട് ആരാ അയച്ചതെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അതാണ് ഞാൻ ഈ നോക്കുന്നത്. അടുത്തത് നോക്കട്ടെ. ഇങ്ങനെ ഈ Q&A നമുക്ക് നല്ല രസമുള്ള പരിപാടിയാണ് കേട്ടോ. കുറേ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് പറയാമല്ലോ. ഫേവറേറ്റ് മൂവി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് മൂവി എല്ലാ ഫേവറേറ്റ്സ് ആണ്. എന്നാലും പെട്ടെന്ന് മനസ്സിൽ വരുന്നത്, ഞാൻ ഈ ഉറങ്ങാതിരുന്ന് തിയേറ്ററിൽ കണ്ടൊരു പടമാണ് തട്ടത്തിന് മറയത്ത്. അതുകൊണ്ട് അത് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഫേവറേറ്റ് മൂവി എന്ന് ചോദിക്കുമ്പോൾ മനസ്സിൽ ആദ്യം വരുന്നൊരു മൂവി ഉറപ്പായിട്ടും തട്ടത്തിന് മറയത്താട്ടോ. പിന്നെ കറൻ്റ്ലി ഇഷ്ടം സീതാരാമ. അത് ഭയങ്കര കരഞ്ഞൊരു വഴിയായൊരു സിനിമയാണ് അത്. ഭയങ്കര അടിപൊളി പടമായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ള പടമായിരിക്കും. പിന്നെ കൂടുതലും അങ്ങനത്തെ പടം കുറച്ച് ഇപ്പം ഒരിടയ്ക്ക് എനിക്ക് ഈ ഹൊറർ പടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഒരു ഹിന്ദി മൂവിയുണ്ട് പാരി എന്ന് പറഞ്ഞ്, കണ്ടു നോക്ക്. കുറേ നാളെ ഇറങ്ങിയിട്ട് അനുഷ്കയുടെ ഒരു പടമാണ്. നല്ല പടം കേട്ടോ, ഹൊററാണ്. നോടുത്ത് പോയിന്റ്. പിന്നെ കുറേ ഞാൻ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻസിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് വന്നിരിക്കുന്ന കമൻസ് ആണ്. അത് ഞാൻ ലാസ്റ്റ് വായിക്കാം. നോക്കട്ടെ, അല്ലാത്ത ഞാൻ കണ്ടുപിടിക്കാൻ. ഹൗ മെനി സെൽഫീസ് ഡു യു ടേക്ക് എ ഡേ? ഒരു ദിവസം എത്ര സെൽഫി എടുക്കുന്നു? വളരെ നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ ഒരുങ്ങിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അല്ലാതെയും കുറേ സെൽഫീസ്, ഞാൻ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരാളാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ യൂട്യൂബ് വന്ന പിന്നെ അത് കുറവാട്ടോ. പക്ഷെ നേരത്തെ ഒത്തിരി സെൽഫീസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരാൾ തന്നെ. അതിനോട് ഞാൻ ശക്തമായി യോജിക്കുന്നു. ദ വിയേർഡസ്റ്റ് തിങ് യു ഹാവ് എവർ ഈറ്റൻ? ഏറ്റവും കൂടുതൽ വിയേഴ്സ്റ്റ് ആയിട്ട് തിന്നിട്ടുള്ളത് ഉണ്ട്, ഞാൻ പറയാം. ഞാനും അമ്മയും അമ്മയുടെ ബ്രദർ മാമനുമായിട്ട് ഒരു വട്ടം മാമൻ്റെ മോള് ചേച്ചീനെ വിളിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർക്ക് പോയായിരുന്നു, കാറിലാണ് പോയത്. അപ്പം ഞങ്ങൾ സേലത്ത് ഇറങ്ങിയിട്ട് ഞാൻ കുറേ വർഷം മുമ്പാട്ടോ, ഒരു 3-4 വർഷം മുമ്പ്, ഞാൻ 9th കഴിഞ്ഞ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ എന്താണ് ഞങ്ങൾ സേലത്തിറങ്ങിയിട്ട് അപ്പം ഇറങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ചമാങ്ങയൊക്കെ ഇങ്ങനെ ഉപ്പിൽ, എനിക്ക് ഈ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഉപ്പിലിട്ട എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ സാധനം ഇങ്ങനെ ഉപ്പിലിട്ടൊക്കെ പുറത്തിരുന്ന് എടുക്കുന്നത് കൊണ്ടാണ്. അപ്പം ഉപ്പിലിട്ടൊക്കെ ഇങ്ങനെ കഴിപ്പോണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ആ സാധനമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. അപ്പോൾ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിർത്തിയപ്പോൾ ഇവർ ഈ കുടത്തിൽ നമ്മൾ ഈ സംഭാരമൊക്കെ തരുന്ന പോലെ കുടത്തിലൊരു സാധനം, ഞാൻ പേര് ഞാൻ മറന്നുപോയി. എൻ്റെ പൊന്നലെ, അത് എടുത്ത് കുടിക്കാൻ തുടങ്ങിയ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഒരുമാതിരി ഈ നമ്മൾ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ഇത് വരത്തില്ലേ, ആ ഒരു ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ പൊന്നെ, ഞാനും അമ്മ പറഞ്ഞു, നമ്മുടെ ഹൈവേയുടെ സൈഡിലുള്ള ഒരു ഇതാണ്,
അപ്പം ഓർഡർ ചെയ്തിട്ട് എൻ്റെ പിന്നെ കഴിക്കാൻ പറ്റുന്നില്ല. അവസാനം അവരുടെ മുമ്പിൽ വെച്ച് എന്നെ കൊണ്ട് കളയേണ്ട ഒരു ഗതികേട് വരും. ഭയങ്കര ഒരു വൃത്തിയുടെ ഷർദിലിൻ്റെ ടേസ്റ്റ് വരത്തില്ല. അതുപോലെ സാധനം കലക്കി തന്നിരിക്കുന്ന പോലൊക്കെ. എൻ്റെ പൊന്നെ അത് ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. അതായിരിക്കും ഏറ്റവും വിയർഡസ്റ്റ് തിങ് കഴിച്ചിട്ടുള്ളത്. വാട്ട് ടൈം ഡു യു യൂഷ്വലി ഗോ ടു ബെഡ്? കിടക്കുന്ന സമയം. +2 വരെ 8-8:30 കണ്ടു കഴിഞ്ഞ് ഉറങ്ങുന്നത് ഞാനായിരുന്നു. കോളേജിൽ കയറി കഴിഞ്ഞപ്പം ഉറങ്ങുന്നതും എണീക്കുന്നതൊക്കെ ഒരേ സമയത്താണ്. ഭയങ്കര ലാഗാട്ടോ. ചില ദിവസങ്ങളിൽ 8 ഇപ്പോൾ കോളേജ് വന്നിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെങ്കിൽ നേരത്തെ കയറി കിടക്കും. അല്ലെങ്കിൽ കൂടുതൽ പണിയുണ്ടെങ്കിൽ ഒരു 7-8 മണിയാകുമ്പം 8 അങ്ങേറ്റം 9 ആകുമ്പോൾ കയറി കിടന്നുറങ്ങും. വെളുപ്പിന് ഒരു 3-4 ടൈം ആകുമ്പോൾ എണീക്കും. അതായിരിക്കും കൂടുതലും. എനിക്ക് ഞാൻ ഭയങ്കര മോർണിംഗ് ബേർഡാണ്. ലൈക്ക് ഭയങ്കര രാവിലെയാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം. രാത്രി ഇങ്ങനെ ഒട്ടും ഇരിക്കത്തില്ല. വെളുപ്പിന് എത്ര നേരത്തെ വേണമെങ്കിലും എണീക്കും. പക്ഷെ രാത്രി എനിക്ക് ഒട്ടും പറ്റില്ല. ഇപ്പം കോളേജിൽ കയറിയപ്പോൾ ഞാൻ 11-12 ഞാൻ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നോക്കട്ടെ, ഞാനൊരു ഓർഡർ ഇല്ലാതാണ് ക്വസ്റ്റ്യൻസിനൊക്കെ പോകുന്നത്. ഞാൻ ആദ്യമേ ക്വസ്റ്റ്യൻസ് എടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് എന്ന് പറഞ്ഞാൽ കമൻസ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ആദ്യമേ സെറ്റ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. ക്വസ്റ്റ്യൻസ് അത്രേ ഉള്ളെന്ന് തോന്നുന്നു. എനിക്ക് പറയാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത്രേ ഉള്ളെന്ന് തോന്നുന്നു. പിന്നെ എല്ലാം കുറേ സില്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ അവർക്ക് അറിയേണ്ടത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് എന്താ പറയുക, ഹു വാസ് ദ ലാസ്റ്റ് ഗേൾ യു ടെക്സ്റ്റഡ്, ഇതൊക്കെ ചോദിച്ചാൽ ഞാൻ വേണേൽ കാണിക്കാം. എൻ്റെ ഫ്രണ്ട്സ്, ക്ലോസ് ഫ്രണ്ട് വന്ദന, അവരാരെങ്കിലും ആയിരിക്കും. അതൊക്കെ ഓക്കെ, ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, നമ്മൾ ഒന്നും പറയാൻ പാടില്ല. ഓക്കെ, ഡ്രീം ജോബ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നല്ല ക്വസ്റ്റ്യൻ. ഡ്രീം ജോബ് എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് കൂടുതലും ബിസിനസ് ഫീൽഡിലും കാര്യങ്ങളിലോടൊക്കെയാണ് താല്പര്യം. എൻജിനീയറിങ് ചെയ്യുവാണെങ്കിലും അതിനെ ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ബിസിനസ്സും കാര്യങ്ങളിലോടൊക്കെയാണ് താല്പര്യം. അപ്പം എന്തെങ്കിലും MBA പോലെയൊക്കെ ചേഞ്ച് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്ലാൻ ഉണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ അല്ലാതെ വേറെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നോക്കാം. അപ്പം ഈ അനോണിമസ് മെസ്സേജ് അല്ലാതെ കൂടുതൽ ഇപ്പം അത് ഞാൻ പറയാം, വെറുതെ ഞാൻ പറഞ്ഞ് കുളവാക്കുന്നില്ല. ഇഫ് യു കുഡ് ചേഞ്ച് എനിത്തിങ് അബൌട്ട് മീ, വാട്ട് വുഡ് ഇറ്റ് ബി? ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഞാൻ ചോദിച്ചു, എനിക്ക് വന്ന റിപ്ലൈ, ചേഞ്ച് യുവർ യൂട്യൂബ് പാസ്വേഡ്. അരേ വാ ചേഞ്ച് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ചേഞ്ച് യുവർ യൂട്യൂബ് പാസ്വേഡ്. ഓക്കെ, ഡിസ്ക്രൈബ് മീ ഇൻ 3 words എന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സ്മാർട്ട്, ടാലൻറ്റഡ്, ബ്യൂട്ടിഫുൾ. താങ്ക് യു ഫാൻസിനെ കൊണ്ട് തോറ്റു, എന്ത് ചെയ്യാനാണ്. പിന്നെ യു ഹാവ് എ പ്രിറ്റി ഗുഡ് ടാലൻറ്റ്, കീപ്പ് അപ്പ് യുവർ ഗുഡ് വർക്ക്. താങ്ക് യു സോ മച്ച്. ഇത് ആരാന്ന് പോലും എനിക്കറിയത്തില്ല. താങ്ക് യു. കുറേ അത് നമുക്ക് അനോണിമസ് മെസ്സേജ് ആയതുകൊണ്ട് ആരാത് കണ്ടോ, ഇങ്ങനെ ആയിരിക്കും മെസ്സേജ് വന്ന് കിടക്കുന്നത്. ആരാന്ന് നമുക്ക് മനസ്സിലാവില്ല. കണ്ടോ, ഇത് ഞാൻ നേരത്തെ വായിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മോസ്റ്റ് ഫേവറേറ്റ് പീപ്പിൾസ് ഇൻ യുവർ ലൈഫ്. പിന്നെ നോക്കട്ടെ, ഹായ്, ക്യാൻ ഐ ഗെറ്റ് യുവർ നമ്പർ? സോറി അല്ലേ, തരൂല്ല. പിന്നെ യു ആർ ക്യൂട്ട്. താങ്ക് യു സോ മച്ച്. ആരാന്നറിയില്ല, അല്ലെങ്കിൽ നമുക്ക് റിപ്ലൈ കൊടുക്കാമായിരുന്നു അല്ലേ. വീണ്ടും ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇഫ് യു കുഡ് ചേഞ്ച് എനിത്തിങ് അബൌട്ട് മീ, വാട്ട് വുഡ് ഇറ്റ് ബി? ഇറീപ്ലേസിബിൾ. എന്ത് ചെയ്യാൻ, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. നത്തിങ് ഓഫ് കോഴ്സ്, ഇറീപ്ലേസിബിൾ ആണല്ലോ. പിന്നെ എന്ത് ചെയ്യാൻ. അടുത്തത് വീഡിയോസിൽ കുറച്ച് വെറൈറ്റി പിടിക്കുക ഉറപ്പായിട്ടും. എനിക്ക് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കുറച്ച് എന്താ പറയണ, അങ്ങനെ വശമൊന്നുമില്ലല്ലോ. പിന്നെ കോളേജും ഒക്കെ പോകുന്നതുകൊണ്ട് എന്നെ എടുക്കണമെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഒരു ഊഹത്തിന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങളെല്ലാം സെറ്റാക്കിക്കൊണ്ട് വരികയാണ്. നമുക്ക് തീർച്ചയായിട്ടും സെറ്റാക്കാം. പിന്നെ ആർ യു ക്ലോസ് വിത്ത് യുവർ പേരൻസ്? അതെന്ത് ചോദ്യമാണോ? പിന്നെ പേരൻസുമായിട്ട് ക്ലോസ് ആവാതിരിക്കുമോ? ഓഫ് കോഴ്സ് ക്ലോസ് ആയി, എല്ലാവരുമായിട്ട് നല്ല ക്ലോസ് ആണ്. എനിക്കിങ്ങനെ മനസ്സിൽ ദേഷ്യം വെക്കുന്ന ഒരാളല്ലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം മനസ്സിരിക്കുന്നതല്ലാതെ പിന്നെ അത് വെച്ച് വലിച്ചു നീട്ടുന്ന ഒരാളല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് മീ ഇൻ 3 words. പൊട്ടി, പഠിപ്പി, ബ്യൂട്ടി. ഇതൊക്കെ എൻ്റെ കൂട്ടുകാരായിരിക്കും ഉറപ്പാണ്, ഇൻസ്റ്റ ആയതുകൊണ്ട്. വാട്ട്സ് ഇൻ യുവർ സ്പോട്ടിഫൈ ടോപ്പ് സോങ്സ്? സ്പോട്ടിഫൈയിലെ ടോപ്പ് സോങ്സ്. നല്ല ക്വസ്റ്റ്യൻ, ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഞാനിപ്പോൾ കാണിച്ചു തരാം. സ്പോട്ടിഫൈയിലെ ടോപ്പ് സോങ്സ് എടുക്കാതെ സെർച്ച് ഹിസ്റ്ററി കാണിച്ചു തരാം. കാണാമോ? എനിക്കറിയൂല.
ഈഷ്ക്വാല ലവ്, പിന്നെന്തോ വളയപ്പെട്ടി, മറ്റേ മിയ മിയ, ഇതൊക്കെ ഞാനേ പരിപാടിക്ക് എന്താ സെർച്ച് ചെയ്ത് ആരാന്നേ. പിന്നെ ഞാൻ ജസ്റ്റ് പ്ലേ ആകുമ്പോൾ കണ്ടിന്യൂസ്ലി പ്ലേ ആവുന്നേ നോക്കാറുള്ളൂ. അങ്ങനെ പിന്നെ സേവ് ലിസ്റ്റോ അങ്ങനെയൊന്നുമില്ല. ടോപ്പിൽ ഇതൊക്കെ ഇഷ്ക്വാല ലവ്, അതും ഞാൻ ഇന്ന് രാവിലെ കേട്ടായിരുന്നു കേട്ടോ. പിന്നെ വളയപ്പെട്ടി എന്ന് പറഞ്ഞ ദിലീപെന്ന് വിജയുടെ ഒരു പാട്ടുണ്ടായിരുന്നു. പിന്നെ മിയ മിയ, ഇതൊക്കെ ഞാൻ ഡാൻസിന് വേണ്ടി സെർച്ച് ചെയ്തായിരിക്കും കേട്ടോ. പിന്നെ ഇപ്പം റീസെൻ്റ്ലി നീവേന്ന് പറഞ്ഞൊരു പാട്ടാ ഞാൻ ലാസ്റ്റ് പ്ലേ ചെയ്തത്. ഓക്കെ, സെൻഡ് മീ അനോണിമസ് കൺഫെഷനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഹാപ്പി ഫോർ യു നൗ തിങ്കിങ് അബൌട്ട് യുവർ ഗ്രോത്ത് ഇൻ യൂട്യൂബ്, സോ പ്രൗഡ് ഓഫ് യു. താങ്ക് യു സോ മച്ച്. ആരാന്നറിയൂല. താങ്ക് യു. പിന്നെ എല്ലാം കൂടെ മിക്സായി കിടക്കുന്നതുകൊണ്ട്, ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഏതാ സെലക്ട് ചെയ്യുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. പാർവതി ചേച്ചി, ഐ എം എ ബിഗ് ഫാൻ ഓഫ് യുവർ വീഡിയോസ്, ക്യാൻ ഐ ഗെറ്റ് യു ആൻ ഓട്ടോഗ്രാഫ്? പിന്നെന്താവാ, നേരിട്ടോ DM ചെയ്യട്ടോ ഇൻസ്റ്റയിൽ, നമുക്ക് ഓട്ടോഗ്രാഫ് തരാം. പിന്നെന്താ, എത്ര വേണമെങ്കിലും ഓട്ടോഗ്രാഫ് തരാമല്ലോ. പിന്നെ സെയിം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി വന്നിട്ടുണ്ട് കേട്ടോ. ഡ്രീം ജോബ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. ഐ ലൈക്ക് യുവർ സ്റ്റൈൽ. താങ്ക് യു സോ മച്ച് ഡാ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇതായിരുന്നു ഒരു ലോങ് Q&A സെക്ഷൻ. അപ്പം ഒന്നും കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു ആശംസകൾ. സോറി, ബിലേറ്റഡ് ആയിരിക്കും മിക്കവാറും. ബിലേറ്റഡ് വിഷു ആശംസകൾ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഒരു വർഷം ഫുൾ ഇരിക്കുക. അപ്പം നമുക്ക് നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ടാറ്റാ, ബൈ.